എന്താണ് വധോല്? ജി ഫോർ ഗ്രാസം എന്ന് പഠിപ്പിച്ചു കൊടുത്താലും കുട്ടിക്ക് അറിയും. പക്ഷെ പാഠശാലയിലെ കുടകുളാകത്തെ അല്ലെങ്കിൽ പള്ളികളിൽ അമ്മച്ചി പറയും, അല്ല പില്ലർപ്പത്തി പില്ലി തട്ടിക്കൊണ്ട് ഞാന് പൊതോല് കളിക്കാൻ പോയി എന്ന് പറഞ്ഞാൽ പൊതോല് വധവല് പൊതോല് പുല്ല് അല്ലേ? പണ്ടാന്ന് ചെല്ലിയാ കേക്കണയായി ഒരു ചെല്ല് വരുത്തി വേണ്ടു കഴിച്ചു വരണം. നേരം കണ്ട നിങ്ങൾ കണ്ടോ സെല്ലുലോയിഡ് എന്ന സിനിമ? നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. ഇതാണ് ഫിലിം. സെല്ലുലോയിഡ് എന്നാണ് സായിപ്പ് പറയുന്നത്. ഓ അന്ന് ക്യാപിറ്റോളിൽ കൊണ്ട് ഈ ദാനിയല് സിനിമ കാണിച്ചപ്പോഴേ ഞാൻ ചോദിച്ചില്ലേ, ഇതിലുള്ള ആളുകൾ എങ്ങനെയാണ് അനങ്ങുന്നത്? ദാനിയലെ ഇപ്പൊ അമ്മച്ച പാടിയതുപോലെ ഗദ്യത്തിന്റെ താളമുണ്ടോ? ഇതിലുള്ള ആളുകൾ എങ്ങനെയാണ് അനങ്ങുന്നത് ദാനിയലെ? അതല്ലേ ഈ സിനിമയുടെ ടെക്നിക്ക്. നമ്മുടെ ഭാഷയ്ക്ക് അങ്ങനെയൊക്കെ ഒരു ചന്തമുണ്ട്. ഈ ചന്തമെല്ലാം ചേരുന്ന ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ നല്ല ചന്തത്തിൽ വളരാൻ നമ്മുടെ വീടുകൾ നല്ല വിദ്യാലയങ്ങളായി മാറണം. അക്ഷരം അവർക്ക് ലഹരിയായി മാറണം. പുതിയ കാലത്തിന്റെ ലഹരി അല്ല, അക്ഷര ലഹരിയിൽ തളിർക്കുന്ന കുട്ടി ഒരു കാലത്തും ബലം കുറയുന്നവനാകുന്നില്ല. അവന്റെ ബലം കൂടിക്കൊണ്ടേയിരിക്കും. അതിന് ഈ കുടവളാകത്തെ ഗവൺമെന്റ് LPSന്റെ പ്രവർത്തനങ്ങൾ നന്നായി തന്നെ നിങ്ങൾക്ക് തുണയാകട്ടെ. വീടും വിദ്യാലയവും, വീടാകുന്ന വിദ്യാലയവും അതുപോലെ കുട്ടി പഠിക്കുന്ന ഇടമാകുന്ന ഈ വിദ്യാലയവും ഒരുമിച്ച് ചേരുമ്പോൾ അച്ഛനും അമ്മയും വാക്കെന്ന് കേട്ട് ഞാൻ അക്ഷരപ്പിച്ച നടന്നു. ആ പിച്ച വയ്ക്കലുകൾ കൂടുതൽ മെച്ചത്തിലുള്ള ചുവടുവയ്ക്കലുകളായി മാറും. അവിടെ കുട്ടി നാളെ ഈ സമൂഹത്തിന്റെ വാക്കായി തെളിയും. ഇവിടെ ഉണ്ടു നാം എന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി. ആ കൂകലുകൾ എല്ലാ ദുരന്തങ്ങളിലും ഇന്ന് ഈ നാട് കേൾക്കട്ടെ. നല്ല കൂകലുകൾ ഉണ്ടായ നാടാണ് ഇവിടെ. ഈ മധുസൂദൻ നായർ എന്ന കവി 12 മക്കളെ പെറ്റൊരമ്മേ. കോട്ടക്കോണത്തെ LMS സ്കൂളിൽ പഠിച്ച കുട്ടി, താരക്കോണത്തെ ഹൈസ്കൂളിൽ പഠിച്ച കുട്ടി, ധനുച്ചേർത്ത കോളേജിൽ പഠിച്ച കുട്ടി. അങ്ങനെ നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ, 12 രാശിയും നീറ്റുമമ്മേ എന്നെഴുതിയത് ഇവിടെ നിന്നാണ്. S.V. വേണുഗോപാൽ നായരുന്ന കഥാകൃത്ത് കൊളത്തൂർ സ്കൂളിൽ പഠിച്ചു. പിന്നെ അദ്ദേഹം ധനുച്ചേർത്ത കോളേജിൽ പഠനാനന്തരം പിന്നീട് പ്രിൻസിപ്പലായി. അദ്ദേഹമാണ് എന്തിനെ അക്ക എവനിപ്പോ വയതെത്ര? 36. അമ്മ അച്ഛൻ നെടുമൂച്ചു വിട്ടു. അക്കനറിയാല്ല, ഒക്കെ 36 ആയപ്പോഴേ എന്റെ രാഘവനായി വയത് 13. ഇങ്ങനെ പെയ്യാലെ വയത് കാലത്ത് പടുത്തടിയായിട്ട് ഒരു ഭാഗത്ത് കിടക്കുമ്പോൾ ആ രവനിത്തിരി വെള്ളം അനത്തി കൊടുക്കും. ഈ കരുതലിന്റെ വാക്കുകളൊക്കെ കഥയായി പറഞ്ഞ നാടാണ് ഈ പാറശാല ഉൾപ്പെടുന്ന തെക്കൻ പ്രദേശം. 2 തവണ കേരള സാഹിത്യ അക്കാദമി അവാർഡ് വേണുഗോപാൽ സാറിന് കിട്ടി. അദ്ദേഹത്തിന്റെ അജഗജാന്തരം എന്ന കഥ ഹൈസ്കൂൾ കുട്ടികൾ ഇപ്പോൾ പഠിക്കുന്നു. ഡിഗ്രിക്കും MA-ക്കും അദ്ദേഹത്തിന്റെ കഥകൾ പഠിപ്പിക്കുന്നുണ്ട്. ഞാനിത് പറയുന്നത് നമ്മുടെ നാട് ചെറിയ നാടല്ല. അവിടെ കുടവളാകത്തെ ഈ വിദ്യാലയത്തിലെ കുട്ടികൾ നാളെയുടെ വാക്കായി വിളയട്ടെ, തെളിയട്ടെ. എല്ലാവർക്കും നന്ദി. എന്നെ വിളിച്ച സുധ ടീച്ചറിന് പ്രത്യേകം നന്ദി. അതുപോലെ വിജിമോൾ ടീച്ചർ എന്ന നല്ല എഴുത്തുകാരി ഈ പള്ളിക്കൂടത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അത് പ്രത്യേകം സന്തോഷമുണ്ടാക്കുന്നു. എല്ലാവർക്കും എന്റെ അക്ഷരാശംസകൾ. നമസ്കാരം. അടുത്തായി നമ്മുടെ ബഹുമാനപ്പെട്ട കാരണം നമ്മള് ഈ സ്കൂളിന്റെ നല്ല പ്രവർത്തനത്തിന് വേണ്ടി നേതൃത്വം നൽകുന്നു. എല്ലാ കാര്യത്തിലും ഉപദേശമായി കുട്ടികൾക്ക് നല്ല മാർഗദർശനം നൽകുന്ന അധ്യാപകയാണ്. ആ അധ്യാപികയ്ക്ക് സ്കൂളിന്റെ വകയായിട്ട് ഒരു ആദരവ് നൽകുകയാണ്. ഈ ആദരവ് നൽകാൻ വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട പാഠശാല വാർഡിന്റെ മെമ്പർ ശ്രീ അനിത അവരെ ക്ഷണിച്ചോളും. ആദരവ് കൂടി നമ്മുടെ ശൈലജ ടീച്ചർ നൽകുകയാണ്. നമ്മുടെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ, അതായത് നമ്മുടെ SSK സ്റ്റാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഹരിതയിടം അതുപോലെ തന്നെ സെൻസർ ഏരിയയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടുകാരൻ കൂടിയായ ആർട്ടിസ്റ്റ് ശ്രീ സതീഷ് ബാബു വരച്ച ഒരു ചിത്രമാണ്. അത് SMC ചെയർമാൻ എന്ന നിലയിൽ ഞാൻ നൽകുകയാണ്.